സംസ്ഥാനത്തെ കൊടും കുറ്റവാളികളായ ഗുണ്ടകളുടെ പട്ടിക തയ്യാറാക്കുന്നു. 20 പോലീസ് ജില്ലകളിലെയും നിലവിൽ സജീവമായി ഗുണ്ടാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആദ്യത്തെ 10 പേരുടെ സമ്പൂർണ്ണ വിവരങ്ങളായിരിക്കും ശേഖരിക്കുക. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നീക്കം. ഫസ്റ്റ് ഓൺ 24 വിവരങ്ങളുമായി അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺരാജ്, എങ്ങനെയായിരിക്കും ഈ വിവരശേഖരണം? രഹസ്യാന്വേഷണ വിഭാഗത്തിന് വേണ്ട സഹായങ്ങൾ നൽകാൻ ലോക്കൽ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പോലീസിന്റെ നീക്കം എങ്ങനെയായിരിക്കും അരുൺരാജ്? റീജിത്ത്, സംസ്ഥാനത്ത് ഗുണ്ടാവിളയാട്ടം കൂടുതൽ വർദ്ധിക്കുന്നുവെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് മുമ്പാകെ എത്തിയ ആദ്യ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ ഗുണ്ടാ ലിസ്റ്റ് കൂടുതൽ പരിഷ്കരിക്കാനുള്ള തീരുമാനം അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ 20 പോലീസ് ജില്ലകളിലായി ഏറ്റവും പ്രധാനമായും ഈ ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ പട്ടികയാണ് ഇപ്പോൾ റവാഡ ചന്ദ്രശേഖരൻ ശേഖരിക്കാൻ രഹസ്യാന്വേഷണ വിഭാഗത്തോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആക്റ്റീവായ 10 ഗുണ്ടകൾ, അതാത് ലിമിറ്റിലുള്ള 10 ഗുണ്ടകളുടെ ലിസ്റ്റ് നൽകാനാണ് ഇതിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. 50 കാര്യങ്ങളാണ് ഈ ഗുണ്ടകളെക്കുറിച്ച് കണ്ടെത്തേണ്ടതായി DGP തന്നെ പറയുന്നത്. ഈ ഗുണ്ടകളുടെ സ്വഭാവം, ഗുണ്ടകളുടെ കോണ്ടാക്റ്റുകൾ, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ, വിദ്യാഭ്യാസം, ഭാഷാ പരിചയം എന്നീ കാര്യങ്ങളിൽ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകണം. ഈ വിവരങ്ങളടങ്ങിയ പട്ടിക ഉടൻ തന്നെ കൈമാറണം എന്നും ഇദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഗുണ്ടകളുടെ വിവരങ്ങൾ അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. 200 പേരുടെ ആക്റ്റീവായ സംസ്ഥാനത്തെ 200 ഗുണ്ടകളുടെ വിവരങ്ങളാണ് ഇതിനോടകം തന്നെ ശേഖരിച്ച് വരുന്നത്. അതുപോലെ തന്നെ ഈ ഗുണ്ടകൾ ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ കൂടി പരിശോധിക്കാനും ഇവരുടെ ബന്ധുക്കളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ നിരീക്ഷിക്കാനും രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 50 കാര്യങ്ങൾ കൃത്യമായി തന്നെ ഓരോ വ്യക്തികളെക്കുറിച്ചും പൂരിപ്പിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണം എന്നുള്ളതാണ് സംസ്ഥാന DGPയുടെ ഉത്തരവ്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗവും ലോക്കൽ പോലീസും ചേർന്ന വിവരശേഖരണം തുടരുകയാണ്.